സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്ത്യന്തോസ് സഭയിൽ നുഴഞ്ഞു വന്നതോടുകൂടി സഭയ്ക്ക് എന്ത് പറ്റി? ആത്മീക മൂല്യച്യുതി സംഭവിച്ചു. ഉപദേശം സഭയിൽ നിന്ന് മാറ്റപ്പെട്ടു. വേർപാട് പോയി, വിശുദ്ധി പോയി, ഉപദേശങ്ങൾ കുഴിച്ചുമൂടി. അങ്ങനെ സഭ നിശബ്ദമായ ഒരു അന്ധകാര കാലഘട്ടത്തിലൂടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞുവെന്നാണ് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതിനുശേഷം മാർട്ടിൻ ലൂതർ, ജോൺ വിക്ലിഫ് ആദിയായ അനേക പ്രിയപ്പെട്ടവരിലൂടെ ഒരു നവീകരണം ലോകത്തിന് സംഭവിച്ചു. കത്തോലിക്ക പുരോഹിതനാകാൻ ശ്രമിച്ച മാർട്ടിൻ ലൂതർ താൻ പ്രാർത്ഥിച്ച പള്ളിയുടെ ചുറ്റും ശയന പ്രദർശനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് റോമാലേഖനം 5-ാം അധ്യായത്തിലെ 1-ാം വാക്യം തൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. മനുഷ്യൻ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്, പ്രവൃത്തികളാലല്ല. ഇന്ന് പല സഭകളും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. താനും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, മാർട്ടിൻ ലൂതർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, അവൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു, മാർട്ടിൻ ലൂതറെ, എന്നിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം. വിശ്വാസത്താൽ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. റോമാലേഖനം 2, 3, 4, 5, 6 അധ്യായങ്ങളിൽ 8 മുതലുള്ള അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്ന കാതലായ പഠനം നമുക്കവിടെ കിട്ടും. ഇന്നും അതൊന്നും പ്രസംഗിക്കാൻ ഇവിടെ ആളില്ല. നീതീകരണം എന്താണെന്നോ, വിശുദ്ധീകരണം എന്താണെന്നോ, തേജസ്കരണം എന്താണെന്നോ, അതെങ്ങനെ ലഭിക്കുമെന്നോ, വിശുദ്ധ തിരുവെഴുത്തിലൂടെ കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വചനത്തിലൂടെ അത് തെളിയിച്ച് സംസാരിക്കാൻ ഇന്ന് ആർക്കും സമയമില്ല, നേരമില്ല, അറിഞ്ഞും കൂടാ. പിന്നെ എന്താ അവർക്കറിയാവുന്നവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താ അറിയാവുന്നത്? ഇത് പ്രസംഗിച്ചാൽ കാശ് കിട്ടുമെന്ന് ആരാണ്ടൊക്കെ കാണിച്ചു കൊടുത്ത് അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കൊച്ചു പിള്ളേർ, പൂച്ചാന്താടി വെച്ച കുറേ പിള്ളേർ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പ്രസംഗിച്ചാൽ കാശ് കിട്ടും, ഓഡീഷന്മാരാകാം, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കാശ് മേടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവസാനം തീപ്പൊയ്കയിൽ പോയി വീഴുമ്പോഴാണ്, ധനവാൻ 16-ാം അധ്യായം ലൂക്കോസിൽ കിടക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, അയ്യോ ഞങ്ങൾ പെട്ടുപോയല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ ആ ജീവന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്, അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുവാൻ ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് ശക്തമായി പ്രബോധനം പറയുകയാണ്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ നോക്കി. യേശുവിനെ അവർ കണ്ടു. യേശുവിൻ്റെ ആ മനുഷ്യ ശരീരത്തിലുള്ള അവതാരം അവർ കണ്ടു. അപ്പൊ തന്നെ പത്രോസ്, യോഹന്നാനും യാക്കോബും യേശു ക്രിസ്തുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം അവർ കണ്ടു. മർവ മലയിൽ വെച്ച് ഒരു വസ്ത്രക്കാരനും ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ ശുപ്പർ വസ്ത്രധാരിയായ യേശുവിനെ അവർ കണ്ടു. മോശയും ഏലിയാവിനെ കൂടെ കണ്ടു. അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു വാക്കെന്താണ്? ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്താ കാര്യം? ദൈവസാന്നിധ്യം അനുഭവിച്ച് ഇരിക്കുന്നത് നല്ലത്. ഇന്ന് പലർക്കും കൂട്ടായ്മയിൽ വന്നിരിക്കാൻ കഴിയാത്ത കാര്യം എന്താ? അവർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കണ്ട. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നു കുടിച്ച് ഇങ്ങനെ സന്തോഷിച്ചൊക്കെ പോയാൽ മതി. പണ്ടങ്ങാണ്ട് ഒന്ന് രക്ഷിക്കപ്പെട്ടു, ഒന്ന് കലക്ക വെള്ളത്തിൽ മുങ്ങി, രക്ഷിക്കപ്പെട്ടില്ല, രക്ഷിക്കപ്പെടുത്തി. പാസ്റ്റർമാർ അതാണല്ലോ ചെയ്യുന്നത്. അവിടെ ഇവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് ഈ കർത്താവിനെ ആരൊക്കെ വേണം, ആരാണ്ടൊക്കെ കൈയൊക്കെ പൊക്കിക്കഴിയുമ്പോൾ പിന്നെ അടുത്ത ഇവരുടെ ലക്ഷ്യം അവനെ അങ്ങ് മുക്കുക എന്നുള്ളതാണ്. അവൻ എന്ത് വിശ്വസിച്ചു, എന്ത് കേട്ടു, എങ്ങനെ കേട്ടു, എവിടെ വെച്ച് കേട്ടു, എന്താ അവൻ കേട്ടതിൻ്റെ മാനദണ്ഡം എന്താണ്, അവൻ്റെ ഹൃദയത്തിൽ അതെങ്ങനെ പതിഞ്ഞു, എങ്ങനെ അവൻ ഏറ്റെടുത്തു, ഇതൊന്നും ആരും ചിന്തിക്കാറില്ല. കൈ പൊക്കിയാൽ ഉടനെ മുക്കല, പൊക്കി കൊണ്ടുവന്നിരുത്തി അവൻ്റെ സ്വോത്രാഴ്ചയും പിടിച്ച് തിന്നുകൊണ്ടിരിക്കുക. ഇത് കടുത്ത കയ്യാണ് ഞാൻ ഈ പറയുന്നത്. ദൈവമക്കൾ എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. വളരെ വേദന ഉളവാക്കുന്നൊരു കാര്യമാണ്. ഒരുവൻ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് അവനെ ചില ആഴ്ചകൾ, ചില മാസങ്ങൾ അവനെ പരീക്ഷിച്ചാൽ നമുക്കറിയാൻ പറ്റും. അറിയാൻ പറ്റുമെന്നേ. അവനിൽ ജനനം നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ.
അവനിൽ ജനനം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന സ്നാനത്തിൻ്റെ അവസ്ഥയിലേക്ക് അവനെ നടത്താവുള്ളൂ. അവനെ ആത്മാഭിഷേകത്തിലേക്ക് പിന്നെ നടത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് അവനെ നടത്താവുള്ളൂ. ഉപദേശം പറയവൻ ആത്മാഭിഷേകം പ്രാപിക്കുക, വിശുദ്ധിയും വേർപാടിലേക്ക് നടത്തപ്പെടും. ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികൾ സഭകളിൽ കുറവാണ് കുറവാണ് കുറവാണ്. 3 തരം. ഞങ്ങളുടെ സഭയിൽ 500 പേരുണ്ട്. നല്ല കാര്യം. എത്ര എണ്ണം ഉണ്ട് ഗുണപ്പെട്ടത്? 5 എണ്ണം കാണുമോ? ഞങ്ങളുടെ സഭയിൽ 1500 ഉണ്ട്. എത്ര പേരുണ്ട് ഗുണപ്പെട്ടത്? 15 എണ്ണം കാണുമോ? ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും പിന്നെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വിസ നൽകി. എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കള്ളപ്രവാചകൻ്റെ ഒരു പ്രസ്താവന. ഒരു സഹോദരിയോട് ചോദിച്ചു, സഹോദരി എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ ഖത്തറിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നെ ഖത്തറിലല്ല, ഞാൻ നിന്നെ അമേരിക്കയിൽ അയക്കാൻ പോവാണ്. പുള്ളി പറയുക, എന്തൊരു അസംബന്ധമാണ് ഈ കേട്ടത്. കാരണം പിശാച് അത്ഭുതം ചെയ്യുമായിരിക്കാം, നടക്കുമായിരിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം വായിച്ചു പഠിച്ചാൽ പിശാചിൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ ഒരു വലിയ നിര നമുക്ക് അവിടെ കാണാൻ കഴിയും. 2 തെസ്സലോനി 2-ാം അധ്യായം. ഹല്ലേലൂയ. അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ, 12 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കോണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 9, 10, 11, 12 വാക്യങ്ങൾ ഒരു 100 പ്രാവശ്യം വായിച്ച് അത് ഹൃദയത്തിലോട്ടൊന്ന് ഗ്രഹിക്കാനിടയായി തീരണം. ഇന്നത്തെ അത്ഭുത ശുശ്രൂഷക്കാരുടെ പ്രവൃത്തി മുഴുവൻ പൗലൂസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണിത്. ഇതുപോലെയല്ല ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. ഹല്ലേലൂയ. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ കള്ളപ്രവാചകന്മാർ പലരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളൊക്കെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. പിന്നെ അങ്ങോട്ട് വായിച്ചു പഠിച്ചോണം. അവർക്ക് വരുന്ന ശിക്ഷാവിധിയും അവർക്ക് വരുന്ന അനുഭവങ്ങളൊക്കെ പത്രോസ് അപ്പോസ്തലൻ യോഗ്യമായ നിലയിൽ എഴുതി വച്ചിട്ടുണ്ട്. അവരാരാണെന്ന് അവസാന വാക്യത്തിൽ പറയുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ അവർ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് വന്നു ഭവിച്ചു. അപ്പോൾ അവരാരായി മാറി? രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ. പ്രാരംഭം നന്നായിരുന്നു. ഭൗതികത്തിൽ വീണുപോയി ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളിലും ഭൗതിക നന്മകളിലും കുടുങ്ങിയിട്ട് അവരാരായി മാറി? പട്ടിയെപ്പോലെ അശുദ്ധി ഛർദ്ദിച്ചത് തിന്നുന്നതും പന്നിയെപ്പോലെ അശുദ്ധിയിൽ കിടന്ന് ഉരുളുന്നവരുമായി അവർ മാറി. ക്രൈസ്തവ ഓളത്തിൽ ഒത്തിരി പേരിവിടെ കിടപ്പുണ്ട്. 8 പോക്കറ്റ് വെച്ചൊരു പാസ്റ്റിനെ എനിക്കറിയാം. വേറെ സ്ഥലത്ത് നിന്നപ്പോൾ പറഞ്ഞിന് പാസ്റ്റിന് എത്ര പോക്കറ്റ്? ഇപ്പോൾ ഈ 4 പോക്കറ്റേ ഉള്ളൂ എന്ന്. പുള്ളി തന്നെ കുറച്ചതായിരിക്കാം. കാരണം നാണക്കേടായിപ്പോൾ 2-3 പ്രാവശ്യം പലരും പറഞ്ഞു. ഇപ്പോൾ ഇവരൊക്കെ എന്തിനു നടക്കുകയാണ്? ഇവരൊക്കെ വേദപുസ്തകം തറയെ വെച്ചിട്ട് വല്ല കൊച്ചുങ്ങളെയും കളിപ്പിച്ച് ആ അറിഞ്ഞ വചനത്തിൻ്റെ വെളിപ്പാടിൽ ജീവിച്ച് സ്വർഗത്തേക്ക് പോകാൻ ഒരുങ്ങുന്നതല്ലേ അഭികാമ്യം? ബോധവും പൊക്കണവും ഇല്ലെങ്കിൽ കട്ടയും പടവും മടക്കി ഒരു മൂലയിൽ ഇരുന്നോണം. 8 പോക്കറ്റും 10 പോക്കറ്റും പാവം പിടിച്ച സഹോദരങ്ങളെ വഴിതെറ്റിച്ച്
അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ജനറേഷനെ വഴിതെറ്റിച്ച് നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും അല്ലേ ഇവരെ? ഞാനിത് പറയുമ്പോൾ എനിക്ക് വേദനയോടെ പറയുക, ചിരിച്ചുകൊണ്ട് പറയുകയല്ല, സങ്കടത്തോടെ പറയുക, കരഞ്ഞുകൊണ്ട് പറയുക. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരുത്തം കിടന്ന് കാറി പ്രസംഗിക്കുക. നമ്മെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനാണോ കർത്താവ് വിളിച്ചത്? എന്നെയും നിങ്ങളെയും വിളിച്ച വിളിയുടെ മഹത്വം എന്താണ്? ഏത് തരത്തിലുള്ള വിളിയാണ്? എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ അതുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വർഗത്തേക്ക് പോകാനുള്ള വിളിയല്ലേ വിളിച്ചത്? ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടത്താനും ഇവിടെ മാട് നടത്താനും ഇവിടെ ലോട്ടറി ടിക്കറ്റ്, ലക്ഷക്കണക്കിനുള്ള ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട്, തൃശ്ശൂരുകാരുടെ ഒരു പരിപാടിയാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് മേശയിട്ടിട്ട് അതിൽ ആൾക്കാരെ കൊണ്ടൊന്ന് വിറ്റ് അതിൻ്റെ ലാഭം കൊയ്യുന്ന സുവിശേഷകന്മാരെന്ന് പറയുന്ന കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാർ കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കും. എന്നോട് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ചിലരിപ്പോൾ റിയൽ എസ്റ്റേറ്റിന് പറയാൻ കിടക്കുക, ചിലർ കോടീശ്വരന്മാർ പറയാൻ കിടക്കുക. അല്ലല്ലോ, ഇവിടെ കർത്താവ് നമ്മെ വിളിച്ചെങ്കിൽ പിന്നെ നമ്മൾ ആരുടെ പുറകെ പോകണം? കർത്താവിൻ്റെ പുറകെ പോകണം. ഈ കള്ളന്മാരുടെ പുറകെ പോയാൽ നിന്റെ ദർശനം നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്നു ശിംശോൻ. അവനെ ദൈവം ഇസ്രായേലിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഭിഷേകം ചെയ്ത് ശക്തിയോടെ നിർത്തിയതാ. ശത്രുനിരയെ തകർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചവനാ. യോഗ്യമില്ലാത്തടത്തൊക്കെ പോയി ഒരു വേശ്യയെ പോയി കല്യാണം കഴിച്ച് അവളുടെ മടി കിടന്നുറങ്ങി അവസാനം അവൻ്റെ ശക്തി ക്ഷയിച്ച് ശത്രുക്കളുടെ അമ്പലത്തിൽ കൊണ്ടുപോയി കണ്ണു കുത്തിപ്പൊട്ടിച്ച് അവിടെ കിടന്ന് അവസാനം പ്രാർത്ഥിച്ച് ശക്തി വന്നപ്പോൾ മുമ്പ് കൊന്നതിനേക്കാൾ കൂടുതൽ കൊന്നെന്നാണ് ഇപ്പോൾ ചിലർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ തോതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇവിടെ കൊല്ലുന്ന പരിപാടിയല്ല, നമുക്ക് അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ജീവിപ്പിക്കുന്ന പരിപാടിയാണ്. മീനിനെ പിടിച്ച് കൊന്നുകൊണ്ടിരുന്ന പത്രോസിനെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞു. ചത്തു കിടക്കുന്ന മനുഷ്യനെ പിടിച്ച് ജീവൻ വിപ്പിക്കുന്ന പരിപാടിയാണ് സുവിശേഷം കൊണ്ട് നടക്കുന്നത്. അല്ല, കൊല്ലുകയല്ല, പണം ഉണ്ടാക്കലല്ല. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നതിൻ്റെ രത്നച്ചുരുക്കം ഞാൻ വചനത്തിലൂടെ പറയുക. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രസംഗിക്കാത്തതുകൊണ്ട് പറ്റിയ അബദ്ധങ്ങളാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് ചെവി കൊടുക്കാതെ പോകുന്ന ശുശ്രൂഷകന്മാർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, നിങ്ങൾ കൾട്ടുപദേശത്തിൻ്റെ വക്താക്കളാണ്. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമാണ് ഈ വചനത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. 2 തെസ്സലോനിക്കർ 2:15 വാക്യം എന്താ? 2 തെസ്സലോനിക്കർ 2:15 വായിച്ചേ. 2 തെസ്സലോനിക്കർ 2:15 ഇവിടെയെന്ന് വായിക്കേ. സമയം നമ്മുടെ മുൻപിലില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2 തെസ്സലോനിക്കർ 2:15 സഹോദരന്മാരെ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ, അവർ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം, അവർ കണ്ടത് കേട്ടത് തൊട്ടത് നോക്കിയത്. ഹല്ലേലൂയ. അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ച പ്രമാണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് ഗലാത്യ ലേഖന കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്, വളരെ മനോഹരമാണ്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. മോശയുടെ ന്യായപ്രമാണം നിവർത്തിക്കാനായിട്ട് മോശ പറഞ്ഞു ഇസ്രായേൽ മക്കളോട്. എന്നാൽ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരും നമുക്ക് തരുന്ന പ്രമാണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തി. ഈ തിരിച്ചറിവ്, ഈ വേർതിരിവ് ഇല്ലാത്തൊരു ശുശ്രൂഷകൻ അവൻ്റെ ശുശ്രൂഷ നിർത്തി മുമ്പ് ഏത് ജോലി ചെയ്തോ ആ ജോലിക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പഠനം, എൻ്റെ ചിന്ത. ഞാനിത് ദേഷ്യത്തോടെ വഴക്കായിട്ട് പറയുകയില്ല, ശതമായിട്ട് ഞാൻ പറയും. മോശയുടെ പ്രമാണം എന്താണെന്നും ക്രിസ്തുവിൻ്റെ പ്രമാണം എന്താണെന്നും വേർതിരിച്ച് പഠിച്ച ഒരു ശുശ്രൂഷകനായിരിക്കണമെന്നും. പക്ഷെ മോശയുടെ പ്രമാണത്തിലെ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ പാടില്ലേ? പ്രസംഗിച്ച് തന്നെ ആകണം. അത് നീളായിട്ട് കിടക്കുകയല്ലേ, പ്രസംഗിക്കണ്ടേ? 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലെ പ്രസംഗം എന്താ? ഇത് കാണാതെ പറയാമോ? ഒരു ക്യാഷ് പ്രൈസ് തരാം നിങ്ങൾക്ക്. നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്.
1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലെ പ്രസംഗം, അതായത് ഇസ്രായേൽ മക്കൾ ദുർമോഹികളായിപ്പോയി. 2, അവർ വിഗ്രഹാരാധികളായി. 3, അവർ പരസംഗം ചെയ്യുന്നവരായി. 4, അവർ ദൈവത്തെ പരീക്ഷിക്കുന്നവരായി. 5, അവർ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരായി. ഇതൊക്കെ ഞാൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. പഠിച്ച് പ്രസംഗിച്ച് വൈകാട്ടായതാ. എന്ത് ചെയ്യാനാ? അത് മുഖാന്തരം അവരെന്ത് ചെയ്തു? മരുഭൂമിയിൽ പട്ടുപോയി. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. പൗലോസ് ആരോട് പറയുക? ഇസ്രായേൽ മക്കളോട്. അല്ല, പുതിയ നിയമസഭയോടാണ് അത് പറയുന്നത്. ഇസ്രായേൽ മക്കൾ സംഭവിച്ച ദുരന്തം. എബ്രായ ലേഖനത്തിൽ യഹൂദ മതാനുസരി ഇസ്രായേൽ മക്കളായ അല്ലെങ്കിൽ യഹൂദന്മാരായി രക്ഷിക്കപ്പെട്ട് വന്നവരോടാണ് എബ്രായ ലേഖനം നിലകൊള്ളുന്നത്. അപ്പോൾ തന്നെ ജാതികൾക്കും കൂടിയാണ്. അതുകൊണ്ട് കട്ടിയായ പദങ്ങൾ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എബ്രായ ലേഖനം. എബ്രായ ലേഖനം പൗലോസ് എഴുതിയതല്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു കൂട്ടം വീരന്മാരുണ്ട്. ഞാൻ അവരെ കുറിച്ച് പറയുന്നത് വീരന്മാരല്ല, വീരപ്പന്മാരെന്ന്. കാരണം അതിൻ്റെ അവസാന അധ്യായത്തിൽ നല്ല വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എടുത്ത് വായിച്ചോ വേണമെങ്കിൽ. ഇവരെന്തിനാ കിടന്ന് തർക്കിക്കുന്നത് എനിക്കറിയത്തില്ല. ഒരു വിവരവും ഇല്ലാതെ കൂടെ തർക്കിക്കുന്ന കുറെ താർക്കികന്മാരുണ്ട്. അത് ദൈവസഭയ്ക്ക് ശാപമാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട മടങ്ങി വന്നോണം എന്ന് പൽക്കാലം. സഹോദരനായ തിമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിവിൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചെയ്യും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, സഹോദരനായ തിമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിവിൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. തിമോഥെയോസും പൗലൂസുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പൗലൂസിൻ്റെ ലേഖനമല്ലേ എബ്രായ ലേഖനം? ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ജ്ഞാനികളായ താർക്കികന്മാരായ റവറന്റുമാരും ഡോക്ടർമാരും കൂടി ചേർന്ന് ഇതിനെ വളച്ചൊടിച്ച് ഇത് വേറെ ആരോ എഴുതിയ ലേഖനമാണെന്ന് പറഞ്ഞ് അവർ എന്ത് ചെയ്യുക? പേരെടുക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ദൈവസന്നിധിയിൽ വില പോകത്തില്ല. ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അവരുടെ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ആ ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ്. അപ്പോൾ അവർ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും പുതിയ നിയമസഭയ്ക്ക് എഴുതി തന്നിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, അവർ തന്നിരിക്കുന്ന ആ വ്യവസ്ഥ പ്രകാരം, അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ച പ്രമാണപ്രകാരം നമ്മൾ ഓരോരുത്തരും ജീവിച്ച് നിത്യത പ്രാപിക്കാൻ വേണ്ടിയാണ് അവർ എഴുതി തന്നേക്കുന്നത്. ഇവിടെ ഓരോരുത്തരും ലേഖനങ്ങൾ എഴുതാറുണ്ട്. കത്തോലിക്ക സഭ ഇടയ്ക്കിടയ്ക്ക് കുറേ ലേഖനങ്ങൾ ഇറക്കും, പൊട്ടത്തരങ്ങൾ പറഞ്ഞു വെച്ച്. സുന്നകദോസ് കൂടി അവർ ലേഖനങ്ങൾ ഇറക്കാറുണ്ട്. പ്രവൃത്തി 15-ാം അധ്യായം അപ്പോസ്തലന്മാരുടെ സുന്നകദോസാണ്. അവർ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് സഭയെ അറിയിക്കുന്നതാണ്. അവിടെ പറയുന്ന ഒരു ന്യായപ്രമാണത്തിൻ്റെ ഒരു ഖണ്ഡനവാക്യമുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദുഃഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നത്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങൾ പറഞ്ഞ് ജനത്തെ പഠിപ്പിച്ച് പ്രതികാരദാഹികളാക്കി തമ്മിൽ സ്നേഹിക്കാൻ കഴിയാത്തവരായി കോടതിയും കേസും വഴക്കും ജാതിവരിയും പറഞ്ഞ് ജാതിവരി പരസ്യമായിട്ട് പറയുക. ചില പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാർ, അവർക്ക് UK അമേരിക്കയിലും ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ വീടും കൂടുമൊക്കെ ഉണ്ട്. വലിയ കോടീശ്വരന്മാരാണ്. അവർക്ക് എന്ത് പറയണമെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ജാതിവരിയും ഈ തോന്നിവാസങ്ങളൊക്കെ അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ളവർ വിട്ടോടുക. നിങ്ങളുടെ അവരുടെ കൂട്ടത്തിൽ നിന്നാൽ നിങ്ങളും ദർശനം നഷ്ടപ്പെട്ടവരായി പോകും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നെങ്കിൽ ഈ സംഘടനയിലെ പൊട്ടത്തരം പറയുന്ന, പോഷത്വം പറയുന്ന ശുശ്രൂഷ വൃന്ദങ്ങളെ വിട്ടോടിക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങളുടെ നിത്യത നഷ്ടമാകാൻ ഏറെ സാധ്യതകളുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ നോക്കിയത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഞങ്ങൾ കണ്ടത്, കേട്ടത്, നോക്കിയത്, തൊട്ടത് ആയ ജീവന്റെ വചനം സംബന്ധിച്ച് കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അതോ ഉറക്കം?
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഇവിടെ എന്താ യോഹന്നാൻ പറയുന്നത്? ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടതും കണ്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കേട്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ ഞങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ. അപ്പൊ അത് കർത്താവായ യേശുക്രിസ്തുവിനല്ലേ കാണിക്കുന്നത്? യേശുക്രിസ്തുവിനെ അപ്പോസ്തലന്മാർ പ്രസന്റ് ചെയ്യുന്ന ഇവിടെ. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തലന്മാർ പറയുന്നത് അതുകൊണ്ടാ. ഒരു പുതിയ നിയമ ശുശ്രൂഷകന്റെ പ്രസംഗ വിഷയം യേശുക്രിസ്തുവാണ്. ഇന്ന് രാവിലെ ഞാൻ ഇന്നലെയും കണ്ടു ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ, നല്ലൊരു പാസ്റ്റർ, അദ്ദേഹം നല്ല മനസ്സാക്ഷിയുള്ളവനും നല്ല എന്തോ പറയുക നല്ല നിലയിൽ ജീവിക്കുന്നതാണ്, മാന്യമായി ജീവിക്കുന്ന പാസ്റ്റർ. പക്ഷെ ഒരു പ്രസ്താവന ഇറക്കി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ശശി തരൂർ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, അതാണ് എനിക്ക് വിഷയം. ശശി തരൂർ നല്ലവരായിരിക്കാം, എ കെ ആന്റണി നല്ലവരായിരിക്കാം, പിന്നെ ഇടതുപക്ഷത്തിൽ 1-2 നേതാക്കന്മാരുണ്ടല്ലോ, ഇ കെ നയനാർ മരിച്ചുപോയി, നല്ല ആളായിരിക്കാം. മരിക്കാൻ കിടക്കുന്ന പുള്ളിയുണ്ടല്ലോ, വി എസ് സച്ചിൻ, നല്ലവരായിരിക്കാം. അവരൊക്കെ നല്ലവരായതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. അവർക്കും കൊള്ളാം, അവിടെ കുടുംബത്തിനും കൊള്ളാം, അവിടെ സ്വന്തക്കാർക്കും കൊള്ളാം, അവിടെ ബന്ധക്കാർക്കും കൊള്ളാം. വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ഒരു കുടുംബത്തിൽ വന്നു കയറുന്ന ശമ്പളം 7 ലക്ഷം രൂപയാണ്. ഇതെങ്ങനെ വന്നു? പിൻവാതിൽ നിയമനം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. അപ്പൊ രാഷ്ട്രീയമായ നിലയിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യരുതെന്നാണ് എൻ്റെ വാദം. അവരവർക്ക് ഇഷ്ടം പോലെ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ യോഹന്നാൻ പറയുന്നത്, അവർ ലോകക്കാരായാൽ ലോകത്തിലുള്ളത് സംസാരിക്കും. നമ്മൾ ലോകത്തിലുള്ളവരല്ല, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഒരു ദൈവപൈതന്റെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധം പാടില്ലെന്നാണ് എൻ്റെ ചിന്ത. എന്ന് വെച്ച് വോട്ടിടണ്ടെന്നോ രാഷ്ട്രീയക്കാരെ ചീത്തോളി അതൊന്നും ഒന്നും അതുകൊണ്ടൊന്നും അർത്ഥമാകുന്നില്ല. വോട്ട് നമുക്കിടാം, നമുക്കിഷ്ടമുള്ള വ്യക്തിത്വത്തിന്, ഇഷ്ടമുള്ള പാർട്ടിക്ക് അവനവൻ്റെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുക. എനിക്കറിയാം, ചേർത്തല ചെത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് വിശ്വാസികളുണ്ട്, IPC-കാരും വലിയ വലിയ പ്രസ്ഥാനക്കാരാ. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഇലക്ഷൻ പ്രവർത്തനമാണ്. പിന്നെ അവരുടെ പുറകെ പോവുക വോട്ട് പിടിക്കാൻ. ഈ വരാപ്പള്ളിയിലൊരു സഹോദരനുണ്ട്, എനിക്കറിയാം, വലിയ സഹോദരനാണ്. പുള്ളി SI ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്, ഒരു പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇലക്ഷൻ വന്നാൽ പുള്ളി ആരാ? കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനമാണ്. പുള്ളിയോട് പോയി വചനം പറഞ്ഞാൽ പുള്ളി കമ്മ്യൂണിസത്തിൽ കൂടിയാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ കാര്യം ചോദിച്ചാൽ ദൈവവചനത്തിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുകയാണ് ലേഖനം. പുള്ളി പഠിപ്പിക്കുന്ന സ്കൂളിൽ, നേരത്തെ പറഞ്ഞ പുള്ളി പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ ശശി സാറിനെ ഫോളോ ചെയ്യണം. ശശി സാറിന് ആരാ? മാൻ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ മനുഷ്യനാണ്. അല്ലല്ലോ, രാഷ്ട്രീയത്തിലെ ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് എന്താ കാര്യം? ഈ ലോകത്തിലെ രാഷ്ട്രീയങ്ങളും ഈ ലോകത്തിലെ ഭരണ സംവിധാനങ്ങളും, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം നെബൂഖദ്നേസർ കണ്ട ബിംബത്തെ ഒന്ന് പഠിച്ചെടുത്താൽ മതി. നിന്റെ രാഷ്ട്രീയ നിരൂപണങ്ങളെല്ലാം പോകും അതോടെ. എന്താ അദ്ദേഹം പഠിപ്പിച്ചേ? ബാബിലോൺ, മേദ്യ, പേർസ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു. അത് അവസാനത്തെ പോർഷനാണ് കളിമണ്ണും ഇരുമ്പും കൂടിയുള്ള ജനാധിപത്യം, ഡെമോക്രസി. ആ ഡെമോക്രസിയെയും കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ഈ സാമ്രാജ്യങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി യേശു കർത്താവ് തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ 1000 ആണ്ട് സ്ഥാപിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ശക്തമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്ന ഭരണം ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നു. 40 വർഷം മാത്രം ഭരിച്ച ഭരണകർത്താക്കളാണ് ഈ ഭൂമിയിലുള്ളവരൊക്കെ. ഗദ്ദാഫി, സദാം ഹുസൈനോ അത്ര ഉണ്ടായെന്ന് എനിക്കറിയില്ല, വേറെ പല ലീഡേഴ്സും ഉണ്ട്. എന്നാൽ ബിബ്ലിക്കലായിട്ട് പഠിക്കുമ്പോൾ ദാവീദ്, ശലോമോനൊക്കെ 40 വർഷം ഭരിച്ചവരാണ് ഇസ്രായേൽ രാജ്യത്ത്. നമ്മുടെ വിഷയം ഭരണം, ഇവരുടെ ഭരണമൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം 1000 ആണ്ട് കർത്താവ് ഈ ഭൂമിയെ ഭരിക്കാൻ വരുന്നു എന്നുള്ളതാണ്.
ആ സമയത്ത് നമ്മളെ കർത്താവിൻ്റെ ഭരണസീമയ്ക്കുള്ളിൽ നിത്യമായ സന്തോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കും. അതാണ് എൻ്റെ സന്തോഷം, എൻ്റെ പ്രത്യാശ. അതാ ഞാനതിന് വേണ്ടുന്ന പ്രസംഗങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ആവുന്ന നിലയിൽ. വലിയ വലിയ സ്കോളേഴ്സും വലിയ വലിയ പാസ്റ്റർമാരും പ്രസംഗിക്കുന്ന പോലെയല്ല. എനിക്ക് കിട്ടിയ ചെറിയ വെളിപ്പാടനുസരിച്ച് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ, ഈ കാര്യമൊന്നും പ്രസംഗിക്കാൻ ഇന്ന് ആർക്കും കഴിയുന്നില്ല, ഇന്ന് ആരും അതിന് തുനിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു കാര്യം സത്യം പുള്ളി വെളിപ്പെടുത്തി. ആ പറഞ്ഞത് സത്യം തന്നെയാണ്. പാസ്റ്റർ, ഇത് ആർക്കും അറിയത്തുമില്ല. ഇതെന്തിനാ ഈ പുസ്തകം ചുമന്നു നടക്കുന്നേ? എടി, എന്തിനാ ഈ പുസ്തകം ചുമന്നു നടക്കുന്നു? എൻ്റെ ഒരു ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹത്തിൻ്റെ കലവറകളും നിങ്ങളാൽ നടത്തപ്പെടുന്ന വിശ്വാസികളെ പറഞ്ഞു കേൾപ്പിച്ച് അവരെ ആ പ്രത്യാശ നിർഭരമായ അനുഭവത്തിലേക്ക് നടത്തി അവരുടെ നിത്യത ഉറപ്പാക്കാതെ നിങ്ങൾ സ്വോത്രാഴ്ച മേടിച്ച് തിന്നരുത്. മനസ്സിലായി? അത് നിങ്ങൾക്ക് ദഹിക്കത്തില്ല. നിങ്ങൾ വാങ്ങുന്ന ഓരോ സ്തോത്ര കാഴ്ചയ്ക്കും അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? തിരിച്ച് അവരുടെ ഭാവി പ്രത്യാശയെ തൊട്ടുണർത്തുന്ന അനുഭവങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുക. 1000 ആണ്ട് വാഴ്ച ആദ്യം നിങ്ങൾ പ്രസംഗിക്കേണ്ടത് നിങ്ങൾക്ക് രൂപാന്തര ശരീരം കിട്ടും കർത്താവിൻ്റെ വരവിൽ. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച കിട്ടും. അത് കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. ഒരു നിത്യമായ സന്തോഷവും ഒരു നിത്യമായ ജീവിതവും സ്വർഗീയമായ അനുഭവങ്ങളും ദൈവത്തോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അവരെ പ്രസംഗിച്ച് അവരെ പ്രത്യാശ നിർഭരാക്കി അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്ന അനുഭവം പ്രാപിക്കാതെ സ്വോത്രവാഴ്ച വീടിച്ച് തിന്നുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ദൂതായിട്ട് ഒരുപക്ഷെ തോന്നും. കീറി മുറിക്കണമെന്നാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ പറയാൻ എനിക്ക് പ്രേരണ തരുന്നത്. ഞാൻ ചീത്ത ഒന്നും പറയുന്നില്ല. ഞാൻ ദൈവവചനത്തിലൂടെ പ്രബോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചെന്നല്ല, എന്നെ ചിന്താകുലനാക്കി. അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ 1000 ആണ്ട് വാഴ്ചയും പുതിയ രൂപാന്തര ശരീരവും പുതിയ ആകാശം പുതിയ ഭൂമി. പത്രോസ് പുതിയ ആകാശം ഭൂമി ഭൂമിച്ച് പറയുന്നില്ലേ? 2 പത്രോസ് 3:13 എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചേ. 2 പത്രോസ് 3:13. വല്ലപ്പോഴും ഒന്ന് വായിക്കുകയെങ്കിലും ചെയ്യാം വാക്യങ്ങൾ. 2 പത്രോസ് 3:13. എനിക്കതറിയാം, പക്ഷേ നിങ്ങൾ വായിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് അതെൻ്റെ കാര്യം. പുതിയ ഭൂമിക്കായിട്ട് കാത്തിരി. ഞങ്ങളുടെ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതൊക്കെ അവർ പറഞ്ഞിരിക്കുക. ഇനി 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-2-3 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. നാം ഇപ്പോൾ ദൈവമക്കളാകും, നാം ഇന്നതാകുമെന്ന് പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. മതി. അവനിൽ പ്രത്യാശയുള്ളവൻ നിർമ്മലനായിരിക്കുന്നത് തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അതും ഘനമായൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. കർത്താവിനെ പോലെ രൂപാന്തര ശരീരം പ്രാപിക്കും. ആ സ്വർഗീയ ശരീരത്തിൻ്റെ ഉടമകളായി തീരും. ഇന്നെൻ്റെ ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ പ്രത്യാശ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ഈ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് എൻ്റെ പ്രത്യാശ. ഞാൻ രോഗിയായി ക്ഷീണിച്ച് നിരാശപ്പെടുന്ന സമയത്ത് ഈ വചനങ്ങൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തരുമ്പോൾ ഞാനൊരു സിംഹക്കുട്ടിയെ പോലെ ആയിത്തീരുക ചെയ്യുന്നത്. എൻ്റെ പ്രത്യാശ ഈ ട്രാൻസ്ഫോർമേഷൻ ഈ ശരീരത്തിന് ലഭിക്കുമെന്നുള്ളതാ. ഈ ഷുഗറുള്ള ഈ എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഷുഗർ മാത്രം പ്രത്യക്ഷത്തിൽ അറിയാം, മറ്റൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി അസ്വസ്ഥതകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രത്യാശ ഈ ശരീരത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടും, ഒരു രൂപാന്തരം സംഭവിക്കും, ഒരു വ്യതിയാനം സംഭവിക്കും. രോഗമുള്ള, കഷ്ടമുള്ള, കണ്ണുനീരുള്ള, ദുഃഖമുള്ള, മുറവിളിയുള്ള, മരണമുള്ള 5 കൂട്ടം കാര്യങ്ങൾ. വെളിപ്പാട് 21-ന്റെ 1 മുതൽ 5 കൂട്ടം, വെളിപ്പാട് 21-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ 5 കൂട്ടം കാര്യങ്ങളുണ്ട്.
കഷ്ടത, കണ്ണുനീര്, ദുഃഖം, മുറവിളി, നെടുവീർപ്പ്, മരണം, കഷ്ടത, ഇതൊക്കെ ഈ ശരീരത്തിലുണ്ട്. ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. റോമർ 8:10. അപ്പോൾ ഈ ശരീരത്തിന് രൂപാന്തരം കിട്ടുമെന്നുള്ള എൻ്റെ പ്രത്യാശ, എൻ്റെ സന്തോഷം. അല്ലാതെ മക്കളെല്ലാവരും കൂടി വാരിക്കോരി കൊണ്ടുവന്ന് തീറ്റിക്കുമെന്നോ അവരെന്നെ ഊഞ്ഞാലിലിട്ട് ആട്ടുവെന്നോ ഇതൊന്നും ചിന്തയില്ല, നടക്കാനും പോകുന്നില്ല, ഇത് ആഗ്രഹിക്കുന്നുമില്ല. ഇതൊന്നും നമ്മുടെ വിഷയമോ അല്ല. അവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടട്ടെ, ഉപദേശം പറഞ്ഞു കൊടുക്കുക, അത്രയുള്ള അതിൽക്കുള്ളൊന്നും പറയാനില്ല. ഹല്ലേലൂയ. രക്ഷ എൻ്റെ വ്യക്തിപരമാണ് സഹോദര, രക്ഷ നിങ്ങളുടെ വ്യക്തിപരമാണ്. ഈ വചനങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് സ്വർഗത്ത് പോവാം. അതല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ? കൂടാരമായ ഭൗമ ഭവനം അടിഞ്ഞു പോയാൽ, ഓ എന്റെ ദൈവമേ, കൈപ്പണിയില്ലാത്ത നിത്യദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു.